സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മദീന പള്ളിയിൽ ഒരിക്കൽ സ്വഹാബത്തിനോട് ചേർന്ന് ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നബി ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് ഒരു നോമ്പുകാരനായി ഉള്ളത്? ആ കൂട്ടത്തിൽ നിന്നൊരാൾ ആദ്യം മറ്റുള്ളവരൊക്കെ പറയുന്നതിന് മുമ്പ് നബിയെ ഞാൻ നോമ്പുകാരനാണ് എന്ന് മറുപടി പറയുന്നുണ്ട്. വീണ്ടും നബി ചോദിച്ചു, മൻ മിൻകും അത്ബഅ ജനാസത്തൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തബിഅ മിൻഹും ജനാസത്തൻ, ഒരു ജനാസയെ അനുഗമിച്ചത്, ആരാണെന്നൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അതേ ആൾ തന്നെ എഴുന്നേറ്റ് നിന്ന് നബിയെ ഞാനിന്നൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാനൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നബി വീണ്ടും ചോദിച്ചു, മൻ അത്അമൽ യൗമ മിസ്കീനൻ, ഇന്ന് ആരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അതേ മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറയുന്നു, നബിയെ ഞാനിന്നൊരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നബി ചോദിക്കുന്നു, മൻ ആദമിൻകുമുൽ യൗമ മരീളൻ, നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തത്? ഒരാൾ എഴുന്നേറ്റ് നിന്ന് അതേ ആൾ തന്നെ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നു, നബിയെ ഞാനിന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. നബി ചോദിക്കുമ്പോൾ ഒരേ ആളാണ് ഇതിനൊക്കെ ആദ്യം മറുപടി പറയുന്നത്. സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ കൂട്ടത്തിൽ ആദ്യം എഴുന്നേറ്റുന്നു. എല്ലാവരും അറിയുന്നയാളാണ് അദ്ദേഹം, എല്ലാ കാര്യത്തിലും നബിയുടെ കൂടെയുള്ള ആളാണ്, നമുക്കെല്ലാം അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ നബി ദീനിയായി സംസ്കരിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അവർക്ക് ഉത്ബോധനങ്ങൾ നൽകുമ്പോൾ അവരോട് സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയാൻ, എല്ലാ കാര്യങ്ങളിലും ആദ്യം എത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്ന ഒരു താല്പര്യമാണ് ഈ ഹദീസിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, മജ്തമഅ ഹാദിഹി അൽ ഉമൂർ അൽ അർബഅ, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഒരു ദിവസം സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഘട്ടത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അയാൾ ആ കാര്യങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഒരു മാസത്തിൽ ആരാധനകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ആരാധനകൾ കൊണ്ട് മനസ്സിനൊരു നിറവ് തോന്നുന്ന, ഒരു ആത്മവിശ്വാസം തോന്നുന്ന, നമ്മൾക്കൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എന്താണ്? ജീവിക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ജോലിയുണ്ട് എന്നുള്ളതൊരു ആത്മവിശ്വാസമായിരിക്കാം ഒരു പക്ഷേ. നമ്മളുടെ കയ്യിൽ അത്യാവശ്യം ജീവിച്ചു പോവാൻ പണമുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകമാണ്. നമ്മൾ നല്ല കുടുംബത്തിലെ അംഗമാണ്, നമ്മളെ സഹായിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുണ്ട് എന്നുള്ളത് ഒരു ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ. അതല്ലെങ്കിൽ ഒരു നല്ല നാട്ടിൽ കുറേ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആത്മവിശ്വാസം എന്നത് അമലുകളാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. അവിടെ മറ്റാരും സഹായിക്കാനില്ലാത്ത, മറ്റാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്കൊന്നും സാധിക്കാത്ത സന്ദർഭത്തിൽ നമ്മൾക്കുള്ളൊരു ആത്മവിശ്വാസം എന്നുള്ളത് നമ്മളുടെ അഅ്മാലു സ്വാലിഹാത്താണ്. അങ്ങനെയുള്ള കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, അതിൻ്റെ ഒരു നിറവ് ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന. ഞാൻ ഖുർആൻ ഓതിയോ? ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും നമ്മൾ ചോദിച്ചാൽ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന മറുപടി നമുക്ക് കിട്ടും. ഞാൻ എല്ലാ വഖത്തും നമസ്കാരവും അത് പരമാവധി ജമാഅത്തായി തന്നെ നിർവഹിച്ചോ? ഞാൻ നിർവഹിച്ചു എന്നൊരു ഉത്തരം നമുക്ക് കിട്ടും. ഞാൻ ദുആകൾ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തു എന്ന ഉത്തരം കിട്ടും. ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന ഉത്തരം കിട്ടും. ഞാനൊരു നോമ്പെടുത്തോ, ഞാൻ നോമ്പുകാരനായിരുന്നു എന്ന ഉത്തരം കിട്ടും.
അപ്പൊ അതാണ് ആരാധന. ഞാൻ സ്വതക്കകൾ കൊടുത്തോ, ഞാൻ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്ത ദിവസമായിരിക്കും ഇന്ന്. അപ്പൊ അതാണ് ആരാധനകൾ കൊണ്ടുള്ളൊരു നിറവുള്ള സന്ദർഭം. ഇതിനെ ഈ ഹദീസുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കർമ്മങ്ങൾ ഒരാളിങ്ങനെ സമ്മേളിക്കുക എന്നുള്ളത് അയാൾ സ്വർഗത്തിലേക്ക് എത്താൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. ആ അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പരിശുദ്ധ റമദാനിന്റെ ഈ നല്ല ദിനരാത്രങ്ങൾ, ആ അനുകൂലമായ സാഹചര്യം, നോമ്പുകാരൻ എന്ന വലിയ ഒരു പുണ്യം നമുക്ക് സ്വാഭാവികമായി കിട്ടുന്നുണ്ട്. അതിനോട് മറ്റു കർമ്മങ്ങൾ കൂടി ചേർത്ത് വെക്കുക. ജനാസ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതേപോലെ തന്നെ ഒരു പാവപ്പെട്ട രോഗിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആ രോഗിയുടെ കാര്യത്തിൽ ആവശ്യമായ നീക്കുപോക്കുകൾ നടത്താൻ, അയാളെ സഹായിക്കാൻ, അയാളെ രോഗമുക്തിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ എന്തു കാര്യമാണോ ഉള്ളത്. ചിലപ്പോൾ അയാൾക്ക് മാനസികമായ അസ്വസ്ഥതകളാണെങ്കിൽ അയാൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾ ആ നിലക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യാന്നുള്ളതാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്യാന്നുള്ളതായിരിക്കും. കുടുംബാംഗങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ച രോഗിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഇതാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇയാദത്തുൽ മരീദ്, രോഗിയുടെ അടുക്കൽ ചെല്ലുക, രോഗിയെ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളതിൽ പെടും. അപ്പൊ ആ നിലക്ക് രോഗിയുടെ കാര്യത്തിൽ ഇടപെട്ട ആളുകൾ, പാവപ്പെട്ടവന്റെ ഒരു ഭക്ഷണത്തിന് എന്തെങ്കിലും ക്രമീകരണം നടത്തിയ ആളുകൾ, ഇങ്ങനെ നോക്കിയാൽ ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ നിലക്ക് ഒരുമിച്ച് കൂടുന്ന അപൂർവമായ ജീവിതത്തിലെ സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ കർമ്മങ്ങളിൽ അതിവേഗത്തിൽ, അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അമാന്തിച്ചു നിൽക്കരുത്, നിങ്ങൾ കാത്തു നിൽക്കരുത്, നിങ്ങൾ പിന്നെ എന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ തയ്യാറാകണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു കരുത്ത് നൽകുന്ന സന്ദർഭം കൂടിയാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹു അവന്റെ ചില അടിമകളുണ്ട്, ഏറ്റവും അവനോട് അടുത്ത് നിൽക്കുന്ന അടിമകൾ. ആ അടിമകളെ കുറിച്ച് പറഞ്ഞത് ഖുർആനിൽ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ഒന്നാമത് കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ എന്നുള്ളതാണ്. അത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ്. അവർ ഫീ ജന്നാത്തിൻ നഈം ഖുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹരാണ്. ആദ്യ തലമുറകളിൽ നിന്ന് വലിയ സംഘമുണ്ടാകും അവർ. അവസാന കാലമാകുമ്പോൾ ഖില്ലത്തും മിനൽ ആഖിരീൻ, കുറഞ്ഞു പോകുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞു പോകലുകൾ നടക്കുമ്പോഴും അതിൽപ്പെടാതെ ആ കുറച്ചുള്ള കൂട്ടത്തിൽ ഒരുമിച്ച് ചേർന്നു നിന്ന് അള്ളാഹുവിനോട് ദുആകൾ നിർവഹിച്ച്, ആരാധനകൾ നിർവഹിച്ച്, അമൽ സ്വാലിഹാത്തുകൾ നിർവഹിച്ച് പരിശുദ്ധ റമദാന്റെ ഈ നല്ല സന്ദർഭങ്ങളെ ഒരു വർഷക്കാലത്തേക്കുള്ള ഒരു ആത്മവിശ്വാസമായി, ഞാൻ കുറച്ചെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ റബ്ബനോട് ചോദിക്കുമ്പോൾ ഞാൻ അവന്റെ മുമ്പിൽ കാണിക്കാനുള്ള കുറച്ചു കർമ്മങ്ങളെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആരാധനകളും കർമ്മങ്ങളും ചെയ്യാൻ ഏറ്റവും പ്രധാനം തൗഫീഖ് എന്നുള്ളതാണ്. സമയം കിട്ടണം, ആ സമയത്തിനനുസരിച്ച് മനസ്സു പാകപ്പെടണം, ആ മനസ്സിനനുസരിച്ച് ആരോഗ്യവും കൂടെ ഉണ്ടാകണം. ആരോഗ്യവും മനസ്സും സമയവും സമ്പത്തുമെല്ലാം ലഭിക്കുന്ന ആരാധന നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ തൗഫീഖ് എന്ന് പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ളൊരു ഉദവി എന്നുള്ളത്. ആ ഉദവി പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ നിർവഹിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് വലിയ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും അവൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഒരിടം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ നോമ്പ് കാരണവും നരകത്തിൽ നിന്ന് കാതങ്ങളോളം അകലേക്ക് നമ്മുടെ ശരീരത്തെ അള്ളാഹു മാറ്റി നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ രോഗികളായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.